നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ കേസിലെ ജാമ്യം ഇ.ഡി. സുപ്രീം കോടതിയിലേക്ക്. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ഇ.ഡി. സുപ്രീം കോടതിയിലേക്ക്. ജാമ്യ ഉത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെടും. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇ.ഡിക്ക് അതൃപ്തി. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയെ അടക്കം ബാധിക്കുമെന്ന് വിലയിരുത്തലുണ്ട്. എന്നാൽ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാൻ ആലോചനയില്ല. CPM നേതാവ് PR അരവിന്ദാക്ഷന്റെ ജാമ്യ ഉത്തരവിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമുള്ളത്. ജലനിരപ്പ് ഉയർന്നു. കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചു. ജലനിരപ്പ് 755.70 മീറ്ററായി ഉയർന്നതോടെയാണ് ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചത്. വടക്കൻ ജില്ലകളിൽ ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. KSEBയുടെ കീഴിലുള്ള കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് കക്കയം അണക്കെട്ട്. ജലനിരപ്പ് 2485.20 അടിയിലെത്തിയാൽ റെഡ് അലർട്ട് പുറപ്പെടുവിക്കും. ഡാം ഷട്ടർ തുറന്നാൽ കരിയാത്തുംപാറ പുഴയിലും പെരുവണ്ണാമൂഴി അണക്കെട്ടിലും ജലനിരപ്പ് വർദ്ധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കളർകോട് അപകടം. 3 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരണപ്പെട്ട 3 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പൊതുദർശനം. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലേക്ക് എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. സംഭവത്തിൽ 5 വിദ്യാർത്ഥികൾ തൽക്ഷണം മരിച്ചു. മറ്റുള്ളവർ ചികിത്സയിലാണ്. കനത്ത മഴ നിലനിന്നിരുന്നതിനാൽ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അരമണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് വിദ്യാർത്ഥികളെ കാറിൽ നിന്നും പുറത്തെടുക്കാനായത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. വൈദ്യുത പോസ്റ്റ് മുറിഞ്ഞു. സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അപകടം. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാൻ കുണ്ടന്നൂർ മൂട്ടിക്കൽ റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിന്നിരുന്ന വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതോടെ വൈദ്യുത പോസ്റ്റ് മുറിഞ്ഞ പാതയിലേക്ക് ചെരിഞ്ഞു. വൈദ്യുതി ലൈനുകളും റോഡിലേക്ക് ചാഞ്ഞു. ഇതോടെ വലിയ അപകട ഭീഷണിയാണ് ഉണ്ടായത്. വൈദ്യുത ലൈൻ പൊട്ടി വീഴാതിരുന്നതിനാലും പോസ്റ്റ് തകർന്ന റോഡിലേക്ക് വീഴാതിരുന്നതിനാലും അപകടം ഒഴിവായി. അപകടം നടന്ന ഉടനെ വൈദ്യുതി ഓഫ് ചെയ്ത് അപകട ഭീഷണി ഒഴിവാക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ തലയോട്ടി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ടയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ തലയോട്ടി കണ്ടെത്തി. മനുഷ്യന്റെ തലയോട്ടി എന്നാണ് സംശയിക്കുന്നത്. പത്തനംതിട്ട മലയാലപ്പുഴ പൊതിപ്പാടിൽ ഇന്ന് രാവിലെയാണ് തലയോട്ടി കണ്ടെത്തിയത്. ഏറെക്കാലമായി കാട് പിടിച്ചു കിടന്ന സ്ഥലമാണിത്. ഇവിടെ കാട് വെട്ടി വൃത്തിയാക്കുന്നതിനിടെയാണ് തലയോട്ടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. കൂടുതൽ പരിശോധനയ്ക്കായി തലയോട്ടി ഫോറൻസിക് അധികൃതർ കൊണ്ടുപോയി. സ്ഥലത്ത് പരിശോധന നടത്തുമെന്നും അന്വേഷണത്തിന് ശേഷമേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു.